താങ്കളെക്കുറിച്ച് ഈ അടുത്തിടയ്ക്ക് വന്ന പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താങ്കളെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്നുള്ളതാണ്. എന്നാൽ എന്താണ് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം? ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പൂനെയിൽ പോയി ഉണ്ടാക്കിയ ചില ധാരണകൾ എന്ന് വെച്ചാൽ RSSുമായി ഉണ്ടാക്കിയ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ രണ്ടാം തവണയും അധികാരത്തിൽ വരാനുള്ള അവസരം ഉണ്ടാക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തന്ന ആള് ബ്രിട്ടാസാണ്. അപ്പോൾ ഞാൻ VS കിടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. ഞാൻ ചോദിച്ചു, എന്താ ആവശ്യം? അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ നെല്ല് ഏറ്റെടുക്കുന്നു. അവിടെ കുട്ടനാട്ടിലെ ഒരുപാട് സൊസൈറ്റികളുടെ കയ്യിൽ നെല്ല് ഒരുപാടുണ്ട്. ആ നെല്ല് നിങ്ങൾ ഏറ്റെടുക്കും. കേരളത്തിൻ്റെ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീ അടൂർ പ്രകാശ്. എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യമാണ്, 2026 UDF അധികാരത്തിൽ വരുമോ? തീർച്ചയായിട്ടും 2026 പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF അധികാരത്തിൽ വരും. അത് പല കാരണങ്ങളുണ്ട്. UDF അതിന് തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ UDF വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ പഞ്ചായത്തിലാണെങ്കിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അതുപോലെയുള്ള ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ UDFനെ അനുകൂലിക്കുന്നുണ്ട്, ജനങ്ങൾ UDFനെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ LDF ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പല പ്രവർത്തനങ്ങളുമുണ്ട്. ആ പ്രവർത്തനങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിവുള്ളവരും അതിന് ശേഷിയുള്ളവരുമാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഒരിക്കലും മോശക്കാരായി കാണുവാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പം ജനങ്ങൾ അത്തരത്തിൽ കാണുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ളതായി ഞാൻ കാണുന്ന ഒരു കാഴ്ച. ജനങ്ങൾക്ക് ഭരണത്തോട് എതിർപ്പുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ സിറ്റിംഗ് MLAമാർക്ക് ജനങ്ങളോടൊരു വലിയ അടുത്ത ബന്ധമുണ്ട്. അതിനെ UDF എങ്ങനെ ഓവർകം ചെയ്യും? ഇപ്പോഴത്തെ സിറ്റിംഗ് MLAമാർ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ജനപിന്തുണ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിലൂടെ അവർ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രതീക്ഷയുമായി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയുമായി മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ തന്നെ ഒന്ന് ഞാൻ പറയാം, ആ MLAമാർ എല്ലാവരും തന്നെ വിജയിച്ച് വരും എന്ന പ്രതീക്ഷ ഒരിക്കലും ഉണ്ടാകേണ്ടതായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. LDF ഗവൺമെൻറ് നടത്തുന്ന തെറ്റായ പല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം. LDF ഗവൺമെൻറ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ അവർ ഇറക്കിയിരുന്നത് പെൻഷൻ കൊടുക്കുന്നത് തന്നെ 2500 രൂപ പെൻഷൻ നൽകും എന്ന് ജനങ്ങളോട് പറഞ്ഞു. പെൻഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഏറ്റവും അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന ആ പെൻഷൻ പദ്ധതിക്ക് ഒരു 400 രൂപ അധികത്തിൽ കൊടുത്തു. അപ്പോൾ 2500 എന്നുള്ളത് പറഞ്ഞ വാക്കുകൾ അവർക്ക് അത് നടപ്പാക്കുവാൻ കഴിയാതെ പോയിരിക്കുന്നു.
2500 എത്തിയില്ലെങ്കിലും അതിന് അടുത്തൊരു തുകയിലേക്ക് തന്നെ എത്തി. ന്യായമായ ഇൻക്രീസ് എന്നാ കൊടുത്തത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം കൊടുത്തിട്ട് കാര്യമുണ്ടോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മാസങ്ങളിൽ അവർക്ക് പെൻഷൻ കൊടുക്കേണ്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തോ? ഇത്തവണത്തെ ബജറ്റിൽ വലിയൊരു തുക ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഏകദേശം 14,500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ തുക വകയിരുത്തുക എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റിലൂടെ കബളിപ്പിക്കുകയാണ്. ബഡ്ജറ്റിൽ ഞങ്ങൾ ഇത്ര തുക മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല. അതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. എല്ലാ ബഡ്ജറ്റിലും ഇത്ര കോടി അല്ലെങ്കിൽ 100 കോടി 1000 കോടി ഇവിടെ ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ വിലയിരുത്തലിലൂടെ എത്ര പണം അതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണാനുള്ളത്. അങ്ങനെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ആ ചെലവഴിച്ചത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ യാതൊരു പണവും ചെലവഴിക്കാതെ കണ്ട് ബഡ്ജറ്റിൽ പറഞ്ഞത് ഇത്ര കോടിയാണ് എന്ന് അവകാശപ്പെടാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ആർക്കും, അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അപ്പോൾ അവർക്ക് ബഡ്ജറ്റിൽ പല കാര്യങ്ങളും പറയാൻ പറ്റും. പക്ഷെ ആ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥലത്തെയും ഒരു ജില്ലയിലെയും വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ നടക്കാതെ. ഇപ്പോൾ പുതിയുഗ യാത്ര നടക്കുകയാണ്. ജനങ്ങളെ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയാണോ അതോ ഈ യാത്രയുടെ അവസാനം ഒരു കരട് പ്രകടന പത്രിക തന്നെ പ്രദർശിപ്പിക്കുമോ? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കുടുംബശ്രീക്കാർ, അതേപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, INTUC തൊഴിലാളി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്ന് അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പറയുകയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുമ്പോൾ നമ്മൾ അത് കേട്ട് അതൊക്കെ രേഖപ്പെടുത്തി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതല്ലാതെ കണ്ട് അവർക്ക് പറയാറുള്ളത് പറഞ്ഞു 10, 100, 150 ആളുകൾ വന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കാറ്റിൽ അവരൊന്ന് പറഞ്ഞു, അത് ആരും ശ്രദ്ധിക്കപ്പെടാതെ കാറ്റിൽ പറന്നുപോയി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ആ കാര്യങ്ങൾ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഇത് പറഞ്ഞതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് ഇതേപോലെ എല്ലാവരെയും പൗരപ്രമുഖർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൗരപ്രമുഖർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ കാണുന്നത്, നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ വരുന്നു, അവരുടെ ആവശ്യങ്ങൾ പറയുന്നു, അവരുടെ കാര്യങ്ങൾ പറയുന്നു. അവർക്ക് 10 വർഷക്കാലമായി അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്, അവരുടെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഏത് തരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമായി മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അനുഭവം പറയാം. വിദ്യാർത്ഥികൾ കുറേ കുട്ടികൾ വന്ന് ഞങ്ങളോടൊരു LLBക്കും മറ്റും പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ വന്ന് അവിടെ ഒരു പരാതി പറയാൻ വേണ്ടി വന്ന് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ആരെയൊക്കെയോ വിളിച്ച് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവർ പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് യഥാർത്ഥത്തിൽ ഉള്ള ഒരു പഠനമല്ല അവിടെ നടക്കുന്നത്. അതേക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആരെയും ഒരു 2 or 3 ആളുകളെ അയക്കുക, അവർ വന്ന് ക്ലാസ് എടുക്കുക, അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കൊരു വലിയ തകർച്ച ഉണ്ടാകുകയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് തകർച്ച ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നില്ല. കേരളത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ചിന്ത അവർക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ട തരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ ലഭ്യമാകുന്നില്ല. ഇത് കാലഘട്ടത്തിന് അനുസൃതമായ വിദ്യാഭ്യാസ രീതി. കുട്ടികൾ പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ മൈഗ്രേഷനാണ്. ഇനി സ്ഥിരതാമസം മറ്റൊരു രാജ്യത്തേക്ക് ആക്കുക എന്നതാണ് അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇടുന്നത്. അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ജോലി നേടി അവിടെ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കുക എന്നാണ്.
ഇതാണ് അവരുടെ പ്രധാന ഉദ്ദേശം, അല്ലാതെ പഠനം മാത്രമല്ലല്ലോ. അല്ല, നമ്മുടെ കുട്ടികൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പല ആളുകളും മടങ്ങി വരുന്നില്ല. എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല എന്ന് നമ്മൾ പഠനം നടത്തേണ്ടതാണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ അവരുടെ പഠനത്തോടൊപ്പം എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാനുള്ള അവസരം അവിടെ ലഭ്യമാവുകയാണ്. ആ തൊഴിൽ ഏത് രീതിയിലുള്ള തൊഴിൽ എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് പഠിക്കുവാൻ, അവരുടെ കുടുംബത്തെ ആശ്രയിക്കാതെ പഠനം നടത്താനുള്ള ഒരു സമ്പത്ത് അവർക്ക് പഠന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ഇപ്പോൾ പ്രധാനമായും നമ്മുടെ കുഞ്ഞുങ്ങൾ കാനഡയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ തുടങ്ങി ഓരോ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്നു. ഓരോ മേഖലകളിലും പോകുന്ന അവസരത്തിൽ അവർക്ക് അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള അവസരം തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പരിപാടി രൂപപ്പെടുകയാണ്. അതിന് അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അത് എന്തുകൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാക്കിക്കൂടാ എന്നതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തണം. ഞങ്ങളൊരു UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തിയിരുന്നു. ആ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തിയത് അച്ചു ശങ്കറിൻ്റെ നേതൃത്വത്തിലാണ്. വിദഗ്ധരായിട്ടുള്ള വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുത്തു. അപ്പോൾ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുമായി ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തു. അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്നു? അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുള്ള ഒത്തിരി ഉത്തരമുണ്ട്. ആ ഉത്തരങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ തന്നെ അതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. പുതിയുഗ യാത്രയിലെ ജാഥ ക്യാപ്റ്റൻ ശ്രീ VD സതീശൻ അദ്ദേഹം തന്നെ ആയിരിക്കുമോ ജയിച്ചു വന്നാലും ഗവൺമെൻറ്റിൻ്റെ മുഖം? അത്തരത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി AICC ആണ് ഇത്തരം കാര്യങ്ങൾ എന്ത് വേണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അംഗീകാരം ഉള്ള ആളുകൾ ആരാണെന്ന് വെച്ചാലും അത് AICC കണ്ടെത്തിക്കൊണ്ട് അതിന് ഉള്ള നടപടികൾ അവർ സ്വീകരിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാളിനെ മുൻനിർത്തി ഇതിന് നേതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊന്നില്ലെന്നാണോ? അങ്ങനെയില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഒരു പൊതു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകാൻ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ആ ധാരണ എന്താണ്? പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? ഇല്ല, ഇപ്പോൾ ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു ധാരണയെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത് ശരിയല്ല. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു നിയന്ത്രണമുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്, ആ കമ്മിറ്റിക്ക് ഒരു നിയന്ത്രണമുണ്ട്. മറ്റേ CPM പോലെയല്ല. CPMോ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെയല്ല. CPMന് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു മുമ്പോട്ട് ഇറങ്ങാൻ പറ്റും. അതേപോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഈ പ്രസ്ഥാനത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം കൈവരിച്ച് കഴിഞ്ഞാൽ അത് ആ വിജയം കൈവരിച്ചതിന് ശേഷം ഭൂരിപക്ഷ അഭിപ്രായം മറ്റും ആരാഞ്ഞുകൊണ്ട് അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു കാര്യം തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറയത്തക്ക ഒരു ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ അങ്ങനെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം കൈവരിച്ച് കഴിഞ്ഞാൽ അത് ആ വിജയം കൈവരിച്ചതിന് ശേഷം ഭൂരിപക്ഷ അഭിപ്രായം മറ്റും ആരാഞ്ഞുകൊണ്ട് അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു കാര്യം തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. സിറ്റിംഗ് MLAമാർ മത്സരിക്കണമെന്നൊരു ധാരണയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ചില MPമാർക്കും എക്സെപ്ഷൻ കൊടുക്കുമെന്നും കേൾക്കുന്നുണ്ട്. ആ MPമാർ ആരൊക്കെയായിരിക്കുമെന്നൊന്ന് പറയാമോ? ഇല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ MPമാർ മത്സരിക്കണമോ?
വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ എം പിമാർ ആരൊക്കെ മത്സരിക്കണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് അന്തിമമായ ഒരു തീരുമാനം വരികയുള്ളൂ. കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് കോന്നി. താങ്കൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലവുമാണ് കോന്നി. അവിടേക്ക് തിരിച്ചു വന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം താങ്കൾക്കില്ലേ? അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തിക്കുന്ന അവസരത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുക്കുകയാണ്, ഇത് കോന്നിയിൽ മത്സരിച്ച് അതിന് തീരുമാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാകും എന്നുള്ളതല്ലാതെ എനിക്ക് മത്സരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ അനുസരിക്കുമോ? പാർട്ടി പറഞ്ഞാൽ പാർട്ടി പറയുന്നതനുസരിച്ച് ഒരു അനുസരണയുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായും പാർട്ടി തീരുമാനിക്കുകയും താങ്കൾ അവിടെ മത്സരിക്കുകയും ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഉള്ളത്? അത് നമ്മുടെ അധ്വാനം അനുസരിച്ചിരിക്കും. കൂടുതൽ ആഗ്രഹിക്കുന്നവർ. ഞാൻ 96-ലാണ് കോന്നിയിൽ മത്സരിക്കാൻ ആദ്യം പോകുന്നത്. 90 ഞാനവിടെ മത്സരിക്കുന്ന അവസരത്തിൽ 10-15 പിന്നെ വർഷക്കാലത്തോളം CPM മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജക മണ്ഡലമാണ് കോന്നി. ഞാനവിടെ മത്സര രംഗത്ത് ചെല്ലുമ്പോൾ ആദ്യം ഞാൻ 806 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണെന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 806 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചു എങ്കിലും ഞാൻ 5 തവണ അവിടെ മത്സരിച്ചപ്പോഴും കോന്നിക്കാർ എന്നോട് കാണിച്ച സ്നേഹവും വിശ്വാസവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. അവരിപ്പോഴും എന്നെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ കണ്ടാണ് അവർ കോന്നിക്കാർ എന്നെ കാണുന്നതും എന്നെ അത്തരത്തിലാണ് അവരെപ്പോഴും അവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും MP എന്നുള്ള നിലയിൽ മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. വിളിച്ചാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുമുണ്ട്. അപ്പോൾ അവരുമായി ഒരു മാനസികമായി ഒരു വലിയ ബന്ധവും മാനസികമായി വലിയ അടുപ്പവും ഞാൻ പടുത്തുയർത്തി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ ഒരു അനുഭവമായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാം ആക്കിയത് കോന്നിക്കാരാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. 2 തവണ മന്ത്രിയാകാൻ അവസരം കിട്ടി. ആ 2 തവണയും മന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ വെച്ചുകൊണ്ട് ആ ചുമതലകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിൽ കോന്നിക്കാർക്ക് കൂടി പ്രയോജനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പല സ്ഥാപനങ്ങളും ഇന്ന് മറ്റ് ഒരു സ്ഥലത്തും, ഇന്ന് പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയിലെ ഏറ്റവും നമ്പർ 1 നിയോജകമണ്ഡലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വികസന രംഗത്ത് വളരെ കാലോചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കിട്ടിയ അവസരങ്ങളൊന്നും ഞാൻ വിനിയോഗിക്കാതിരുന്നില്ല. കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ നന്നായി വിനിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള ആളുകൾ ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ട്, ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളെക്കാൾ ഉപരിയായി ആഗ്രഹിക്കാത്ത, അവർ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത പല കാര്യങ്ങളും അവിടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ളൊരു കാര്യമായി ഞാൻ ഇപ്പോഴും കാണുന്ന ഒന്നാണ്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ UDF മുൻഗണന നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങൾ പ്രധാനമായി വിദ്യാഭ്യാസ മേഖല, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം വിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കിവിടെ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുവാനുമുള്ള നടപടികൾ. ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നുകിൽ BA, BSc, MSc ഇങ്ങനെയൊക്കെയുള്ള തുടങ്ങിയ കോഴ്സുകൾ മാത്രമാണ്. അത്തരം കോഴ്സുകളെക്കുറിച്ച് നമ്മളിപ്പോൾ കുട്ടികളെടുത്ത് പറഞ്ഞാൽ അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നവരില്ല. അതിനേക്കാൾ ഉപരിയായി
അവർക്ക് തീർച്ചയായിട്ടും പുറത്തേക്ക് പോയാൽ, കേരളം വിട്ടു പുറത്തേക്ക് പോയാൽ കിട്ടുന്ന പല അനുഭവങ്ങളുമുണ്ട്. പല പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം കിട്ടും. അതുകൂടാതെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരം കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് UDFൻ്റെ പ്രമുഖമായ ലക്ഷ്യത്തിൽ ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ പിന്നെ ആരോഗ്യ കോൺക്ലേവ് ഞങ്ങൾ നടത്തി. അത് നടത്തി എന്ന് പറയുമ്പോൾ ഇന്ന് ആരോഗ്യ രംഗത്ത് തകർച്ചയുടെ വക്കിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള ശരിയായ ഒരു മറുപടി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചികിത്സാ ചെലവാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ശ്രീ ഉമ്മൻചാണ്ടിയാണ് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ മരുന്നുകളുടെ വില ഒന്ന് കുറച്ച് കൊടുക്കണം, അതിനെന്താണ് നടപടി നമുക്ക് സ്വീകരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളുമായി ഒരു ചർച്ച നടത്തി നമുക്ക് അവരുമായി ഒരു ധാരണ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തി. അവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. അതൊന്നും ഇവിടുത്തുകാരൊന്നുമല്ല, മറ്റേ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകളെ വിളിപ്പിച്ചു. ഞങ്ങൾ ചർച്ച നടത്തി. അന്ന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അവരുമായി ചർച്ച നടത്തിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഈ മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന ചില ആളുകൾ ഇന്ന് കേരളത്തിന് പുറത്തുണ്ട്. അവരാണ് ഇതിൻ്റെ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ കഴിയണം എങ്കിൽ ഞങ്ങളെക്കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളല്ല. ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള പ്രൊട്ടക്ഷൻ തന്നാൽ അവരുടെ ഈ ഇടപെടൽ ഞങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ കഴിയും. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉറപ്പാണ്, ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി ഞാനും കൂടാണ് ഇവരുമായി ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ അങ്ങനെ ഒരു ധാരണ ഞങ്ങളുണ്ടാക്കി. നിങ്ങൾക്ക് ഏത് പ്രൊട്ടക്ഷൻ തരാം എന്ന് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അന്ന് ഞങ്ങൾ കൊടുത്തു. മാത്രമല്ല, അന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, നമ്മൾ RCC എന്ന് വെച്ചാൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഇപ്പോൾ ഇന്ന് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുറത്ത് കിട്ടുന്ന ഒരു മരുന്ന് 10,000 രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് ഒരു 800,000 താഴെയുള്ള പണം ചെലവഴിച്ചാൽ മതി. പക്ഷേ അതേ മരുന്ന് തന്നെ പുറത്ത് വാങ്ങണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. അപ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് ആദ്യം ഞങ്ങൾ അവിടേക്ക് കൈവച്ചു. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ അന്ന് എടുത്ത്, അപ്പോൾ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി ഏത് തരത്തിലും വില കുറയ്ക്കാനുള്ള നടപടികളുമായി താൻ മുമ്പോട്ട് പൊക്കോ, അതിനെല്ലാ സപ്പോർട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ കാരുണ്യ മെഡിക്കൽസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യം തുടങ്ങുന്നത്. ആ കാരുണ്യ മെഡിക്കൽസ് തുടങ്ങി. അപ്പം അവിടുത്തെ വിറ്റുവരവ്, യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തെ വിറ്റുവരവ് ഞാൻ ആ സമയത്ത് അവരോട് ചോദിക്കും. എന്ന് വെച്ചാൽ ഇതിനുള്ള പ്രയോജനം എന്താണ് എന്ന് കണ്ടറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോ ദിവസവും 8 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഓരോ ദിവസം കഴിയുന്നവർ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അതൊക്കെ പോയി ഇപ്പോൾ ഇന്ന് തകർത്തിരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് ഒരു ദിവസം കാരുണ്യ മെഡിക്കലിൻ്റെ മുമ്പിൽ ഇത് മാസ്കും ഒക്കെ ഇട്ടുകൊണ്ട് ചെന്ന് അവിടെ മരുന്ന് മേടിക്കാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞൊരു ഈ ഷൂട്ടിങ്ങൊക്കെ കണ്ടു. അതുമാത്രമേ കണ്ടുള്ളൂ. പക്ഷേ അതിനകത്ത് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിയണ്ടേ? അവർ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ജില്ലക്കാരിയാണ്. അപ്പോൾ ജില്ലക്കാരി എന്നുള്ള നിലയിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ വേണ്ട തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആരോഗ്യരംഗത്തെ പരിരക്ഷ വളരെ മോശമാണ് എന്ന് പറയുന്നത് വെറുതെ ഒരാളിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഉള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് ആ യാഥാർത്ഥ്യങ്ങൾക്കെതിരെ
ശബ്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് UDF അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ. ശ്രീമതി വീണ ജോർജ് ഇതിന് മറുപടി നൽകുന്നത് പക്ഷേ കണക്കുകൾ വെച്ചാണ്. 700-ൽ പരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹൈടെക് ആക്കിയെന്നും 8,000-ൽ പരം സൗജന്യ ചികിത്സ നൽകിയെന്നൊക്കെയാണല്ലോ അവർ കണക്കുകൾ വെച്ച് പറയുന്നത്. അതിൽ ഒരർത്ഥവുമില്ല. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ കണക്കുകൾ വെച്ചുകൊണ്ട് വീണ ജോർജ് പറയുന്നു, 10 വർഷത്തിന് മുമ്പ് ഞങ്ങൾ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യരംഗത്തെ സ്ഥാപനങ്ങൾ, ആരോഗ്യരംഗത്തെ ഉൽപ്പാദകർ എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ മരുന്നുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ മേഖലയിൽ. ഇപ്പോൾ പിന്നെ അലോപ്പതി മാത്രമല്ല, ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഇടപെടൽ നടത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് തീരുമാനമെടുത്ത, ഇപ്പോൾ ആലപ്പുഴ വഴി പോകുന്നുണ്ടേ അവിടെ ഹോമിയോപ്പതിയുടെ ഒരു വലിയ സ്ഥാപനം. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതുവഴി കടന്നു വന്നപ്പോൾ അതിൻ്റെ 2ാം ഘട്ട ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു ബാനർ എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ അതിന് ആ സ്ഥലം കൊടുത്തത് തന്നെ ഞാനാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലം അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ഈ രംഗത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം നടത്തിയാൽ അതിൻ്റെ പ്രയോജനം കേരള ജനതയ്ക്കുണ്ടാകും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന് കണ്ടുകൊണ്ട് തന്നെ അവരാവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ സ്ഥലം കൊടുത്തു. ഇപ്പോൾ ആ സ്ഥലം കൊടുത്ത് ഇപ്പോൾ എന്താ 10 വർഷമാകുന്നു. ഞാൻ ഈ സ്ഥാനം ഒഴിഞ്ഞിട്ട് 10 വർഷമല്ല, ഏതാണ്ട് 2011-ൽ, അതിന് ശേഷം 2011-12 മുതൽ ഞാൻ പിന്നെ റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിലാണ് ഇവിടെയുള്ള ഭൂമി ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് കൊടുത്തത്. പക്ഷെ പണിയൊക്കെ ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചു വരുന്നു. അതാണ് 1ാം ഘട്ടം 2ാം ഘട്ടം എന്ന് പറഞ്ഞ് ബാനർ കെട്ടിയത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ കെട്ടിടങ്ങൾ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള കെട്ടിടങ്ങളിൽ വേണ്ട തരത്തിൽ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ കൊണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് വേണ്ട ചികിത്സ കിട്ടുന്നില്ല എങ്കിൽ അവരെ നേരെ, പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ മറ്റ് ആശുപത്രി എന്ന് വെച്ചാൽ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി, ഇങ്ങനെ തുടങ്ങിയ ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ട് റെഫർ ചെയ്യും. ഇപ്പോൾ നേരെ തിരിച്ച് റിവേഴ്സ് എഫക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന രോഗിയെ നേരെ ഒന്നുകിൽ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യരംഗത്തെ ഒരു തകർച്ച എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായി ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോഗ്യ കോൺക്ലേവ് ഞങ്ങൾ നടത്തി. വിദഗ്ധരായിട്ടുള്ള നിരവധി ഡോക്ടർമാർ, അത് കേരളത്തിനകത്തുള്ളവരുണ്ട്, അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുമുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുമായി നിരവധി ആളുകളുമായി ഇൻട്രാക്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്റ് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഡോക്യുമെൻ്റ് ഒരു അടിസ്ഥാന രേഖയായി തന്നെ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ഭരണം വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ വീഡിയോയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. കോൺഗ്രസിലെ ഇപ്പോഴത്തെ പുതുതലമുറയും റീൽസിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലല്ലോ. റീൽസിലൂടെ വളർന്നു വന്ന ജനപ്രീതി നേടിയ നിരവധി നേതാക്കളുണ്ട് കോൺഗ്രസ്സിൽ. ഇപ്പോഴത്തെ മുതിർന്ന നേതാക്കളാണെങ്കിൽ റീൽസിൽ അധികം താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ ചെയ്യാത്തവരോ ആണ്. അവരും ഇപ്പോഴും കളത്തിലുണ്ട്. ഇവർക്കിടയിലുള്ളൊരു ബാലൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു? ഇല്ല, അത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർ ഉണ്ടാക്കുന്ന ഒരു പ്രചരണ മാധ്യമം, അത് ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രചരണ മാധ്യമങ്ങളിലേക്ക് അവർ പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊരു അഭിപ്രായമുള്ളത്, അത് റീൽസ് മറ്റും എടുക്കുന്നത് തെറ്റ് എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി, ഒരു വിഷയം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് അടിസ്ഥാനപരമായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പുത്തൻ തലമുറയും ആലോചിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. താങ്കളെക്കുറിച്ച് ഈ അടുത്തിടയ്ക്ക് വന്ന പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താങ്കളെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്നുള്ളതാണ്. എന്നാൽ എന്താണ് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം? അതിതുവരെ എങ്ങും വിശദീകരിച്ച് കണ്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ, ഞാനിപ്പോൾ ആറ്റിങ്ങൽ MP ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആറ്റിങ്ങൽ MP എന്നുള്ള നിലയിൽ
അദ്ദേഹം ആറ്റിങ്ങൽ സ്വദേശിയാണ്. ആറ്റിങ്ങൽ സ്വദേശി എന്നുള്ള നിലയിൽ അദ്ദേഹം ഞാൻ ആദ്യം 2019 പാർലമെൻറ്റ് അംഗം ആകുന്നത്. 2019 അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നോട് ഒരു ആവശ്യം ഉന്നയിച്ചത്, അദ്ദേഹം ശബരിമലയിൽ ഒരു അന്നദാനം നടത്തുന്നുണ്ട്. ആ അന്നദാനം നടത്തുമ്പോൾ അത് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു സ്വാഭാവികമായി ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ ശബരിമലയിൽ ഞാൻ മിക്കവാറും എല്ലാ വർഷവും പൊക്കൊണ്ട് ഇരുന്നതാണ്. ആ തുടർച്ചയായി ആ കാലഘട്ടങ്ങളിൽ ഞാൻ കുറേ വർഷങ്ങളായി എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ ഓർത്തു, ഒരു ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള ഒരാൾ വന്ന് അവിടെ ഒരു അന്നദാനം നടത്തുന്നു, അത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നടത്തിയ അന്നദാനത്തിന് ഞാൻ പോയതാണ്. അന്നദാനം നടത്തിയതിന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയതാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, അന്ന് അവർ കുറേ കുട്ടികളെ ഈ ഡാൻസും മറ്റും നടത്തിയ ആ കുട്ടികളുടെ അരങ്ങേറ്റം അവിടെ വെച്ച് നടത്തുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ അത് ഉദ്ഘാടനം നിറവേറ്റി അവരോടൊപ്പം അവിടെ ഉണ്ടായി. ഞാൻ അവിടുന്ന് ഭക്ഷണവും കഴിച്ചത്, അതുകൂടെ പറയാം, ഭക്ഷണവും കഴിച്ചത് അവിടുന്നാണ്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം അന്നത്തെ DIG ആണെന്ന് എനിക്ക് തോന്നുന്നു, ശ്രീജിത്ത്, പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകൾക്കെല്ലാം അദ്ദേഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ എന്നെക്കുറിച്ച് ഇപ്പോൾ ആക്ഷേപം പറയുന്നവരുണ്ടല്ലോ. ആക്ഷേപം പറയുന്നത് എന്താ? ആക്ഷേപം പറയുന്നത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിഹിതമായി ചില ബന്ധങ്ങളുണ്ട് എന്ന് വരുത്തിക്കൂട്ടുവാൻ വേണ്ടി. ഈ 2019 ബന്ധം എങ്ങനെ വളർന്നു എന്നതിലാണ് ഇനി ക്ലാരിറ്റി വേണ്ടത്. അല്ല, സ്വാഭാവികമായും 2019 ബന്ധം വളർന്നു എന്ന് പറയുന്നത് 2019 ആണ് ഞാൻ ഇയാളെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിനുശേഷം ഇയാൾ ചില പൊതുപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പഞ്ചായത്ത്, പുളിമാത്ത് പഞ്ചായത്ത് എന്ന് പറയും, ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാനവിടെ പഞ്ചായത്തിൻ്റെ പരിപാടിക്ക് സ്വാഭാവികമായി എൻ്റെ പഞ്ചായത്തുകളിൽ വിളിക്കുന്നിടത്ത് പോകാറുണ്ട്. ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ആളുകൾ വിളിച്ചപ്പോൾ ഞാനവിടെ പോയി. അപ്പോൾ ചെല്ലുന്ന അവസരത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുന്നു, അതിൻ്റെ താക്കോൽ ദാനമുണ്ട് എന്ന് പറഞ്ഞു. അത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് ഒരവസരത്തിൽ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഒരു സമയത്താണ്, അന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ഡൽഹിയിലോ മറ്റോ ആയിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ആ സമയത്ത് ഇയാളുടെ വീട്ടിൽ ഒരു മരണമുണ്ടായി എന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ് എന്നെ വിളിച്ചു പറയുന്നത്. പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞ അനുസരിച്ചപ്പോൾ ഞാൻ മടങ്ങി വരുന്ന അവസരത്തിൽ ഞാൻ ആ വീട്ടിൽ കയറി, ഞാൻ മടങ്ങി പോരുകയും ചെയ്തു. പിന്നീടൊരു അവസരത്തിൽ വന്ന് എന്നെ വിളിച്ചത് അവിടെ വീണ്ടും ഒരു ക്ഷേത്രത്തിലെ ഒരു പരിപാടിക്ക് വേണ്ടി വന്ന് വിളിച്ചു. അവിടെ വെച്ച് വീട് വെച്ച് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ചെന്നു, ചടങ്ങിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് മെമ്പറും ഒക്കെ ഉണ്ട്, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ ചടങ്ങ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ മടങ്ങി എന്ന് പറയാൻ ഇതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല മടങ്ങിയത്. എനിക്ക് വേറെ ഒരുപാട് പരിപാടി, ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ അവിടുത്തെ MLA ഉണ്ട് കൂടെ. അവിടുത്തെ MLA OS അംബികയാണ്. ആ OS അംബികയും പല പരിപാടികളും പങ്കെടുത്തപ്പോൾ ഞാൻ പങ്കെടുത്ത എന്നോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പരിപാടിക്കുണ്ട്, അതേപോലെ ഈ ക്ഷേത്രത്തിലെ പരിപാടിക്കൊക്കെ ഉണ്ട്, ഓരോ സ്ഥലത്തും ഉണ്ട്. ഞാൻ അന്ന് എനിക്ക് വളരെ വേഗത്തിൽ പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഉടനെ തന്നെ പോരുകയും ചെയ്തു. പിന്നെ അയാളുടെ സഹോദരിയുടെ മകളുടെ കല്യാണം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചടങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി എന്ന് പറയുമ്പോൾ എൻ്റെ അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരെ കൂടി വിളിച്ചുകൊണ്ടാണ് പോയത്. ഇതൊന്നും ഉദ്ദേശമല്ല, എന്താ വെച്ചാൽ അവരെ കൂടി സാക്ഷിയാക്കാൻ വേണ്ടി പോയതല്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടാണ് ഞാൻ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഈ വീട് കൃത്യം അറിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നമ്മുടെ രമണി P. നായരാണ്.
രമണി പി നായരെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് സാറേ എൻ്റെ വീട് അടുത്താണ്, നമുക്ക് ഒന്നിച്ച് പോവാം എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞപ്പോൾ അവരും അവിടെ വന്ന് നിന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി മടങ്ങി. ഇതിലൊരു വേറെ ഒന്നുമില്ല. എനിക്ക് അല്ല അതിന് ശേഷമാണല്ലോ ഇയാളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും വാർത്തകൾ. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇയാൾ പിന്നെ അപ്പോയിൻമെൻറ്റ്, അത് വാങ്ങിയ അപ്പോയിൻമെൻറ്റ് എങ്ങനെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് തരപ്പെടുത്തിയെന്നോ എനിക്കറിയില്ല. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പം ശബരിമലയിൽ പൂജിച്ച ചരട് അവർക്ക് കെട്ടിക്കൊടുക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവർ കുറേ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് സോണിയാഗാന്ധിയുടെ, അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ടില്ല. ഞാൻ പ്രത്യേക അപ്പോയിൻമെൻറ്റ് സോണിയാഗാന്ധി ഒരു MP എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള ഒരു പിന്നെ ഒരു എന്താ ശബരിമലയായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്ന പോറ്റി എന്നുള്ള നിലയിൽ അദ്ദേഹം പൂജിച്ച ഒരു ചരട് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടണം, അതിനുവേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാനും കൂടെ പോയിരുന്നു. സത്യം, ഞാനത് മറച്ചു വെച്ചിട്ടില്ല. SIT എന്നെ ചോദ്യം ചെയ്തൊന്നുമില്ല, എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. പക്ഷേ ഈ മീഡിയാസിൽ ചില ചാനലുകൾ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അടൂർ പ്രകാശ് പിന്നെ ഇവിടെ എന്താ SITയുടെ മുമ്പിൽ പോയിരിക്കുന്നു, SIT ചോദ്യം ചെയ്തിരിക്കുന്നു. സത്യത്തിൽ അങ്ങനൊരു ചോദ്യം ചെയ്യലല്ല, എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം. സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതും ചോദ്യം ചെയ്യലും രണ്ടും രണ്ടാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു തെറ്റായ പ്രചരണം കൊടുത്ത് ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ചില മീഡിയാസ്. പക്ഷേ ഇതിനെയൊന്നും മറ്റു കോൺഗ്രസ് നേതാക്കൾ ഡിഫെൻഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പം അല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ ഡിഫെൻഡ് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ അതിനകത്ത് ഒരു മടിയും എന്നെ സംബന്ധിച്ചിടത്തോളമല്ല. ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇന്നിപ്പോൾ മീഡിയാസിൽ ചില വാർത്തകൾ വരുന്നത് എന്താ, അടൂർ പ്രകാശിൻ്റെ പിന്നെ ഹോട്ടലിന് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കാളിത്തമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഈ അടുത്ത നാട്ടുകാരല്ലേ, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടം മുതൽ പിന്നെ എനിക്ക് ഉള്ള സ്ഥാപനമാണ്, എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്, അതിൽ പങ്കാളിത്തം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പങ്കാളിത്തം പിന്നീട് എടുക്കാം. ചോദ്യത്തിൻ്റെ അർത്ഥം അതല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധമുണ്ടോ? അത് ഇൻവെസ്റ്റ്മെൻ്റായിട്ടോ അല്ല ഡൊണേഷനായിട്ടോ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടോ? ഒരു നയാ പൈസ അയാളുടെ കയ്യിൽ നിന്ന്, ഒരു നയാ പൈസ, ഒരു ചായ പോലും. പിന്നെ ഈ അന്നദാനത്തിന് പോയപ്പോൾ സത്യം പറയാമല്ലോ, അവിടെ ഇരുന്ന് മറ്റ് അയ്യപ്പ ഭക്തന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. അതല്ലാതെ MP ഡൊണേഷൻസ് നൽകുക എന്നത് നാട്ടിൽ പലരും ചെയ്യാറുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഡൊണേഷൻസ് ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരു ഡൊണേഷൻ, ഒരു നയാ പൈസ തന്നിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല ആരോടും തന്നെ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 2 തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റിലേക്ക് അവിടെ മത്സരിച്ചു. അത് പല ആളുകളും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം പിന്നെ പാർട്ടി പ്രവർത്തനത്തിന് പാർട്ടി പ്രവർത്തകരെ ഏൽപ്പിക്കാറുണ്ട്. അത് ഏൽപ്പിച്ച് അവർ അത് ചെലവഴിക്കാറുണ്ട്. അതല്ലാതെ കണ്ട് ഒരാളിനോട് പോലും അത്തരം ഒരു പ്രവർത്തന ഫണ്ട് നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായിച്ചിട്ടുണ്ടോ? ഒരു നയാ പൈസ, ഒരു ചില്ലി പൈസ എൻ്റെ കൈവശം തരികയോ ഞാൻ അയാളോട് ചോദിച്ചു വാങ്ങുകയോ ചെയ്തിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടത് നേതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളമാണ്? അവർ ഈ മോഷണത്തിൽ എത്രത്തോളം ഇൻവോൾവ് ആയിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടത് പല നേതാക്കന്മാരുമായി പല ബന്ധങ്ങളുണ്ട് എന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പുറത്തു വന്ന കൂട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വന്നത്. അതുകൂടാതെ തന്നെ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ കണ്ടു, ഇവിടുത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയ രാജു അബ്രഹാം, എൻ്റെ പഴയ സുഹൃത്താണ്, അദ്ദേഹവും ആ വീട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു, വീട്ടിൽ പോയ കാര്യങ്ങളെക്കുറിച്ചൊരു. അതൊക്കെ വെറും വ്യക്തിബന്ധം മാത്രമല്ലേ? അല്ല, ഇപ്പം ഈ അടൂർ പ്രകാശിനുള്ള വ്യക്തിബന്ധം അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഒരു വ്യക്തിബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കോന്നിയിൽ ഞാൻ 5 തവണ മത്സരിച്ച ഒരാളാണ്.
അവിടുത്തെ ഏത് ചടങ്ങിനും എന്നെ വിളിക്കാറുണ്ട്. ചെറുതും വലുതുമായ ചടങ്ങ്. അതിപ്പോൾ പാവപ്പെട്ടവരെന്നില്ല, ഇന്ന ജാതിക്കാരെന്നില്ല, ആരെന്നെ വിളിച്ചാലും ഞാൻ അവരുടെ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. അത് മന്ത്രിയായിരുന്ന സമയത്തും എനിക്ക് ആ ചടങ്ങിൽ അന്നേരം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട്. അതൊക്കെയാണല്ലോ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ, എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ചടങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടു പോയി. പിന്നീടുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇയാളിൽ നിന്ന് ഒരു പൈസ വാങ്ങിയെടുത്ത് ശബരിമലയുടെ സ്വർണം കൊള്ള ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്കൊന്നും കാര്യം സാധിക്കാനില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അത് വ്യക്തമായി പറയാനുള്ളിടത്ത് പറയും. എന്നെക്കുറിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഓരോ സമയത്തും ഞാൻ ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. 5 തെരഞ്ഞെടുപ്പിൽ ഞാൻ കോന്നിയിൽ മത്സരിക്കുമ്പോഴും എന്നെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞ് അവിടുത്തെ CPM എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിന് CPMൻ്റെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ ചുരുങ്ങിയ നേതാക്കന്മാരുടെ ചില കള്ളക്കളികളിലൂടെ ചില ആക്ഷേപങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആ ആക്ഷേപങ്ങളെയൊക്കെ ഞാൻ നേരിട്ടുകൊണ്ടാണ് മുമ്പോട്ട് പോയിട്ട്. എന്നെ ജനങ്ങൾക്കറിയാം, കോന്നിക്കാർക്കറിയാം, ഈ അടൂർക്കാർക്കറിയാം, അല്ലെങ്കിൽ ഈ ആറ്റിങ്ങിലുള്ള ജനങ്ങൾക്കും അറിയാം ഞാൻ കള്ളനാണോ കൊള്ളക്കാരനാണോ പിടിച്ചുപറിക്കാരനാണോ എന്ന് നന്നായി അറിയാം എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നയാ പൈസയും ലഭ്യമായിട്ട് അതിലൂടെ ഒന്നും ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല, അതിന് എന്നെ കിട്ടത്തുമില്ല. ഈ വിഷയത്തിൻ്റെ ഒരു ട്രജക്ടറി നോക്കിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം താങ്കൾ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതിന് ശേഷം UDF ഒരല്പം ഡിഫെൻസീവായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDF അല്പം സൈലൻ്റ് ആയതായിട്ട് തോന്നുന്നുണ്ട്. എന്താ സത്യാവസ്ഥ? അല്ല, അതിന് ഉള്ള പ്രശ്നം എന്താ, ഞാൻ പിന്നെ UDFൻ്റെ കൺവീനറായത് പണ്ട് മുതലേ UDF കൺവീനർ അല്ല, അടുത്ത സമയത്താണ്. എന്ന് വെച്ചാൽ ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. ആ 6 മാസക്കാലം ആണ് UDF കൺവീനർ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഞാൻ ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വഹിക്കുന്ന ഒരാളിനെ കിട്ടിയെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ LDFന് പറ്റത്തുള്ളൂ. അതല്ലാതെ കൊണ്ട് ആരുടെയും പേര് പറഞ്ഞ് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു പടം വന്നു, ആ പടം വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ മുതലെടുക്കാം എന്ന് ചിന്തിക്കുന്ന LDF അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇപ്പം നമ്മൾ പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ടല്ലോ, എന്താ, മാങ്ങ ഉണ്ടെങ്കിൽ മാവിൽ അല്ല കല്ലെറിഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പം അടൂർ പ്രകാശ് UDF കൺവീനർ എന്നുള്ള സ്ഥാനത്ത് വന്നപ്പോൾ എന്നാൽ പിന്നെ എറിഞ്ഞു കളയാം എന്ന് കരുതി ചില നേതാക്കന്മാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആ കാര്യത്തിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും എൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം മാത്രമല്ല, ഇയാളിൽ നിന്ന് ഒരു നയാ പൈസ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടിയും പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ കോന്നിക്കാരുടെ മുമ്പിൽ ഇതൊക്കെ ഒരു പ്രചരണമായിട്ടൊക്കെ ഇറക്കി വിടാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമമൊന്നും അവിടെ ഏക്കില്ല. SNDPയുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധം UDFൻ്റെ ബന്ധം അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾ മുൻപ് SNDP യോഗം കൗൺസിലറായിരുന്ന ആളാണ്, നേതാക്കളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണ്? ഈ ഇലക്ഷനിൽ UDFനെ അതെങ്ങനെ ബാധിക്കും? അല്ല, SNDP ആയിട്ടുള്ള ബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവ് ആണ് SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അന്ന് MK രാഘവൻ വക്കീലായിരുന്നു പ്രസിഡൻറ്റ്. അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച ഒരാൾ യൂണിയൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഈ SNDP യോഗത്തിൻ്റെ ബോർഡിലേക്ക് വരണം എന്ന് SNDP യോഗത്തിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നെ ബോർഡിലേക്ക് കൊണ്ടുപോയി. ഇതാ ആദ്യഘട്ടം.
ബോർഡിലേക്ക് വന്നു എന്ന് ഞാൻ പറയുമ്പോഴും ആ സമയത്ത് ഞാനിതൊന്നും ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇന്നത് വേണം, അച്ഛൻ മരണപ്പെട്ടു, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നികത്തണം എന്നുള്ളത് കൊണ്ട് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ SNDP യോഗത്തിൻ്റെ കൗൺസിൽ ആയി വന്നു. കൗൺസിലറായിട്ട് ഞാൻ കൗൺസിലിൽ പ്രവർത്തിച്ചു. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കാത്ത പല ആളുകൾ വന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഇന്നും SNDP യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള അകൽച്ചയില്ല. ഞാനിപ്പോഴും പറയുന്നു, SNDP യോഗമാണെങ്കിലും NSS ആണെങ്കിലും ഇവരെ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് പോകണം എന്ന ഈ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. പൊതു തെരഞ്ഞെടുപ്പിൽ അവരുടെയും സഹായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് ഉള്ളത്. ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായി 2 മണിക്കൂറിലധികം ഞങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സംസാരിച്ചു പല കാര്യങ്ങളെക്കുറിച്ചും, ഒരു കാര്യമല്ല പല കാര്യങ്ങളെക്കുറിച്ചും, പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു. ഒരു പൊതുവേ ഉള്ള ഒരു നയത്തിൻ്റെ ഭാഗമായി അവരുമായി ഒക്കെ ഒരു നല്ല ബന്ധം കീപ്പപ്പ് ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ. ഈ ഇലക്ഷനിൽ SNDP യോഗം UDFനെ സഹായിക്കുമോ? തീർച്ചയായും. ഇപ്പോൾ SNDP യോഗം എന്ന് പറയുമ്പോൾ അതിലകത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ പല രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരാണ്. പല രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരാണെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി കോൺഗ്രസിനെ സഹായിക്കേണ്ട സമയത്ത് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എല്ലാവരെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്, എല്ലാവരെയും കുറിച്ചും പറയുമല്ലോ. 10 പേരുണ്ടെങ്കിൽ അതിൽ 5 പേരോ അല്ലെങ്കിൽ 8 പേരോ കോൺഗ്രസിനെ സഹായിക്കും, ബാക്കിയുള്ള ആളുകൾ CPM. ഞാൻ മൊത്തത്തിലുള്ള കാര്യങ്ങളല്ല. ഈ അടുത്ത കാലത്തായിട്ട് ജനറൽ സെക്രട്ടറി നടത്തുന്നതൊക്കെ അല്പം ഇടതനുകൂല പ്രസ്താവനയാണെന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ജനറൽ സെക്രട്ടറിക്ക് അതിനുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശവാദത്തെ ഒന്നും നമ്മളാരും ഞാൻ തള്ളിപ്പറയുന്നില്ല. ആ അവകാശവാദത്തെ തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടി സഹായങ്ങൾ തീർച്ചയായും UDFനുണ്ടാകണം എന്ന ആവശ്യമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കാറുള്ളത്. അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചും വടക്കൻ ജില്ലയിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ചുമൊക്കെ നടത്തിയ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വിവാദമായിരുന്നു. UDFിലെ ഒരു പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരാണ്. മുസ്ലിം ലീഗ് ഒരു കാരണവശാലും UDFന് അനുകൂലമല്ലാത്ത ഒരു നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് ഹിതം അല്ലാത്ത പല കാര്യങ്ങളും പല മേഖലകളിൽ നിന്നും പല ആളുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇതിന് മറ്റൊരു തരത്തിൽ അവർ പ്രതികരിച്ചിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അതാണ് അവരുടെ ഒരു മതേതരത്വ സ്വഭാവം അവർ എപ്പോഴും കാണിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആണെങ്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ ബാബറി മസ്ജിദ് പൊളിച്ച് കളഞ്ഞ സമയത്ത് പോലും ഒരു നിലപാട് സ്വീകരിച്ചവരാണ്. അന്നത്തെ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് വർഗീയ കലാപം അന്ന് ഇവിടെ പൊട്ടിപ്പുറപ്പെടാതെ അത് പിടിച്ചു നിർത്തിയത് അത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു. അതുണ്ടാകാൻ പാടില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകാൻ പാടില്ല എന്ന് അവരുടെ ഒരു വലിയ കാഴ്ചപ്പാടായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഭിപ്രായ ഭിന്നത ആർക്കും പറയാം. അഭിപ്രായ ഭിന്നത പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കത്തില്ല. അവരെപ്പോഴും അനുകൂലമായി തന്നെ മുമ്പോട്ട് പോകും. ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കളെക്കുറിച്ചും പ്രത്യേകിച്ച് ശ്രീ VD സതീഷിനെതിരെയൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയിരുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, അതേക്കുറിച്ച് ഉള്ള ചർച്ചകളൊന്നും ഞങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. അത് അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹം ഒരാളിനെക്കുറിച്ച് എന്നെക്കുറിച്ചും പറയും, വേറൊരാളിനെക്കുറിച്ചും പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാറില്ല. ഇത് സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ BJP അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിൽ BJPക്ക് ഉണ്ടായ ഒരു വോട്ട് ഷെയറിലെ വർധനവ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലെ ഒരു പ്രധാന സമുദായം പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിൽ നിന്ന് അകലുന്നു. ഇത് കോൺഗ്രസിനെ ബാധിക്കും, BJPയെ സഹായിക്കും എന്നതിൽ സംശയമുണ്ടോ? ഇല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ
പല സമയങ്ങളിലും LDFുമായി ഒരു കൂട്ട് കച്ചവടം നടത്തിയിട്ടുള്ള ആളുകളാണ്. കൂട്ടുകച്ചവടം നടത്തി എന്ന് പറയുമ്പോൾ BJPയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവർക്ക് അന്ന് വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ കഴിഞ്ഞ 21-ൽ നടന്ന തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തിയാൽ ഓരോ മേഖലയിലും BJPയുടെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. ആ BJPയുടെ വോട്ട് കുറയുവാനുള്ള ഒരു കാരണം CPMുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ആ രഹസ്യധാരണ എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ, ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പൂനെയിൽ, അപ്പോൾ മനസ്സിലാവുമല്ലോ, പൂനെയിൽ പോയി ഉണ്ടാക്കിയ ചില ധാരണകൾ എന്ന് വെച്ചാൽ RSSുമായി ഉണ്ടാക്കിയ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ രണ്ടാം തവണയും അധികാരത്തിൽ വരാനുള്ള അവസരം ഉണ്ടാക്കിയത്. അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം മാത്രമല്ലേ അത്? അല്ലല്ല, അടിസ്ഥാനമില്ലാത്ത ആരോപണമല്ല, യഥാർത്ഥത്തിലുള്ള ആരോപണമാണ് പറയുന്നത്. അത് ആരോപണമായി സ്വീകരിക്കുന്നുവെങ്കിൽ ആരോപണം ആയിക്കോട്ടെ. ഒരു അടിസ്ഥാനം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിനകത്ത് ഇവിടെ വോട്ട് ഷെയർ നോക്കിയാൽ മതിയല്ലോ. CPMന് വോട്ട് കൂടിയതെങ്ങനെയാണ്? BJPയുടെ വോട്ട് കുറഞ്ഞു. ആ BJPയുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഒരു രഹസ്യധാരണ RSSുമായി ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും വ്യക്തതയുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയത്. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിലും അവർ ചില സീറ്റുകൾ അവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് ചില ധാരണകൾ CPMുമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ തലത്തിൽ ഇവിടെ കോൺഗ്രസ്സിന് ഒരു മുൻകൈ ഉണ്ടാകരുത്, മേൽക്കൈ ഉണ്ടാകരുത് എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കോൺഗ്രസ് ഭരണത്തിൽ വരരുത്, CPM ഭരണത്തിൽ വന്നിട്ട്. CPM ഭരണത്തിൽ വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള അവർക്ക് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ CPMൻ്റെ ഭരണത്തിലൂടെ BJP അവിടെ ഭരണം നടക്കുന്നല്ലോ, ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലൊന്നാണ് നമ്മുടെ CPIയുടെ ബിനോയ് വിശ്വം എതിർത്തുകൊണ്ട് നടന്ന ഒരു കാര്യം, എന്താ PM ശ്രീ. അത് ബിനോയ് വിശ്വം എതിർത്ത് വർത്തമാനമൊക്കെ പറഞ്ഞു, വാർത്തകൾ വന്നു, 2-3 ദിവസത്തെ വാർത്തകൾ, വലിയ വാർത്തകൾ വന്നു. അതേസമയം അതിന് മുമ്പ് തന്നെ അവിടെ ചർച്ച നടത്തി ഒപ്പിട്ടു. ചർച്ച നടത്തി ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒരക്ഷരം ഈ അവരുടെ മുന്നണിയിൽ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. അവർ മുന്നണിയിൽ അത് പറയാതെ രഹസ്യമായി അവർ കാര്യങ്ങൾ ചെയ്തു. അത് തന്നെ ഒരിക്കൽ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തന്ന ആൾ ബ്രിട്ടാസാണ്. ബ്രിട്ടാസ് എന്ന് പറയുന്നത് CPMൻ്റെ പാർലമെൻറ്റ് അംഗമാണ്, രാജ്യസഭാ അംഗമാണ്. അപ്പോൾ ആ പാലം ഉണ്ടാക്കി കൊടുത്തു എന്ന് കേന്ദ്രമന്ത്രി, BJPയുടെ മന്ത്രി അത് പുറത്തു പറയണം എങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യമില്ലാതെ തന്നെ പറയുന്നതാണെന്ന് കരുതാം. CPMനും BJPക്കും ഇടയിലെ പാലമെന്ന് ചിന്തിക്കുന്നിടത്തല്ലേ പ്രശ്നം? അദ്ദേഹം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും ഇടയിലുള്ള ഒരു പാലമാകുകയാണെങ്കിൽ അത് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ജോലിയും? അല്ല, അത് ബ്രിട്ടാസിൻ്റെ ജോലി അതാണ് എങ്കിലും അവരുടെ മുന്നണി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും ഇതിലൊപ്പിടരുത് എന്ന് പറഞ്ഞ മന്ത്രിമാരുണ്ട് അതിനകത്ത്. ആ മന്ത്രിസഭയിൽ ഇപ്പോഴും ഇരിക്കുന്ന മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാർക്ക് എന്താ പറയാനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച്? അവരാണല്ലോ, എന്നിട്ട് അവരെ വിരട്ടിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ മന്ത്രി ദിവാകരൻ, CPIയുടെ നേതാവാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. ഒരു
ചുക്കും ചുണ്ണാമ്പും ഇവിടെ നടന്നിട്ടില്ല, നമ്മുടെ കുട്ടികളെല്ലാം പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ അതിന് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് എന്താ പ്രായം കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ CPIയുടെ മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രായം കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്താ ചിത്തഭ്രമം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ വാർത്തയായിരിക്കും, വർത്തമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കഴിഞ്ഞ സാമ്പത്തിക വർഷം 0.75% വളർച്ചയാണ് കൃഷി മേഖലയിൽ ഉണ്ടായത് എന്ന്. താങ്കൾ അടൂർ കോന്നി മേഖലയിൽ നിന്നുള്ള ഒരാളാണ്. ഈ മേഖലയിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ്. കേന്ദ്ര ഗവൺമെൻറ് റബ്ബറിനെ ഒരു കൃഷി വിളയായിട്ട് കണക്കാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായം കുറവാണ്. കേരള ഗവൺമെൻറ് സബ്സിഡി നൽകുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് എപ്പോഴും ലഭ്യമല്ല, കൃത്യമായി ലഭിക്കുന്നില്ല. എങ്ങനെ വിലയിരുത്തുന്നു കൃഷി വകുപ്പിൻ്റെ ഒരു പ്രവർത്തനത്തെ? അല്ല, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, കേരളത്തിലെ മൊത്തത്തിൽ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എടുക്കാനുള്ളത്. കേരളത്തിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കാർഷിക രംഗത്ത് വലിയ വളർച്ച ഉണ്ടായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ആ അവകാശപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന അവസരത്തിലും ഞാൻ ഒന്ന് പറയാം. കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പം നെല്ലിൻ്റെ കാര്യം പറയും. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇത് നമ്മൾ ഇപ്പോൾ കുട്ടനാട്, പാലക്കാട്, അപ്പർ കുട്ടനാട്, കോട്ടയം തുടങ്ങിയ മേഖലകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വില, അതാണ് ഒരു വലിയ പ്രശ്നം. അത് ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിച്ചത് 2004 2004 2004 അന്ന് ഞാൻ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. എന്ന് വെച്ചാൽ ശ്രീ ഉമ്മൻചാണ്ടി ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി എന്നെ ചുമതലപ്പെടുത്തി. എന്ന് വെച്ചാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും ഏറ്റെടുക്കണം. അന്ന് കേന്ദ്ര ഗവൺമെൻറ് അടിസ്ഥാന വില ഫിക്സ് ചെയ്തിരുന്നത് 4 രൂപ 80 പൈസയാണ്, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. അപ്പോൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് 4 രൂപ 80 പൈസ ഉള്ളപ്പോൾ ഇവിടെ നമ്മൾ നെല്ലെടുക്കണം, നെല്ല് നമ്മൾ സംഭരിച്ച് ആ നെല്ല് കുത്തരിയാക്കി റേഷൻ കടകളിലൂടെ കൊടുക്കണം എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്ത് ഞങ്ങൾ കേന്ദ്ര മന്ത്രിയെ കണ്ടുവന്ന ശരത് പവാറാണ് കൃഷി വകുപ്പിൻ്റെ മന്ത്രി. അദ്ദേഹത്തെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു. അത് ഞാൻ ഒറ്റയ്ക്കല്ല, ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. കണ്ട് ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. MOU ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ന്യായമായ വില ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയതനുസരിച്ച് അപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് 4 രൂപ 80 പൈസയേ ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ആ കേന്ദ്ര ഗവൺമെൻറ് അത് പ്രഖ്യാപിച്ച് വന്നപ്പോൾ പിന്നുള്ളത് ബാക്കി കുറച്ച് പൈസ കൂടെ ഇട്ട് ഇവിടെ സംഭരിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിലെ ഈ ഉൽപ്പാദന ചെലവ് കണക്കാക്കുമ്പോൾ അതിന് അനുസരിച്ച് പോകാൻ പറ്റൂ. അത് വരുന്നതിന് വേണ്ടി ഞങ്ങൾ അതൊക്കെ ചെയ്ത് അത് പിന്നെയും അടുത്ത ഗവൺമെൻറ് വന്നപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്തു. അത് കണ്ടിന്യൂ ചെയ്ത് വന്നു എങ്കിലും കർഷകർക്ക് ഇവർ നെല്ല് വിതരണം ചെയ്താൽ അതിന് പൈസ കിട്ടുന്നില്ല. ഞങ്ങളന്ന് കൃത്യമായി പണം കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഏർപ്പാടുകൾ അന്ന് ബാങ്കിങ് സ്ഥാപനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൂടി വിളിച്ചിരുത്തി ഞങ്ങൾ ചർച്ച നടത്തി. കർഷകർ ഓരോ മേഖലയിലും ഞാൻ പങ്കെടുത്ത കർഷക യോഗങ്ങൾക്ക് പങ്കെടുക്കാൻ പോയി. ആ കർഷകരുമായി ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഡിമാൻഡ് ആദ്യം തുടങ്ങുന്ന സമയത്താണെന്ന് ഓർത്തോ, നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾക്ക് നെല്ല് ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം എത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം? അവരുടെ മനസ്സിൽ 1 മാസം എന്നൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അന്ന് അല്പം കൂടി നേരത്തെ കിട്ടട്ടെ എന്ന് കരുതി അവർ എന്നോട് പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ നെല്ല് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് പണം കിട്ടണം. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ ബാങ്കിങ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എന്നോടൊപ്പം ഉണ്ട്.
അപ്പം ഞാൻ അവരോട് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു, ഇത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാം. അവരന്ന് എന്നോട് 7 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പാലക്കാട് കളക്ട്രേറ്റിലാണ്, അവിടെയുള്ള കർഷകരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ചർച്ച നടക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ നെല്ല് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ തരാം, അത് മതിയോ എന്ന് ചോദിച്ചു. സന്തോഷമെന്ന് പറഞ്ഞു. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു, ഇടനിലക്കാരുണ്ടാകാൻ പാടില്ല. ഇടനിലക്കാരില്ലാതെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പൈസ നേരിട്ട് കിട്ടും. അതായിരുന്നു അവരുടെ ഡിമാൻഡ്. അതിനുള്ള ഏർപ്പാടുണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടനാട് ഞങ്ങളിത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായിരുന്ന ശ്രീ VS അച്യുതാനന്ദനാണ്. അദ്ദേഹം നിയമസഭയുടെ മുമ്പിൽ ഒരു സത്യാഗ്രഹം ആരംഭിച്ചു. ഒരു സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണല്ലോ, താൻ തന്നെ പോയി സംസാരിച്ച് വിഷയം തീർക്കണം. അപ്പോൾ ഞാൻ VS കിടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. എന്നുവെച്ചാൽ നിയമസഭയുടെ പുറത്ത് കിടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാൻ ചോദിച്ചു, എന്താ ആവശ്യം എന്താ? അപ്പോൾ പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ നെല്ല് ഏറ്റെടുക്കുമ്പോൾ അവിടെ കുട്ടനാട്ടിലെ ഒരുപാട് സൊസൈറ്റികളുടെ കയ്യിൽ നെല്ല് ഒരുപാടുണ്ട്, ആ നെല്ല് നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ ഞങ്ങളൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരുന്നു. ആ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സമരം തുടങ്ങുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡ് അനുസരിച്ച് ഞാൻ പറഞ്ഞു, ഏറ്റെടുത്താൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അത് മതി. ഞാൻ പിറ്റേ ദിവസം തന്നെ അന്നത്തെ സിവിൽ സപ്ലൈസിൻ്റെ MD ആയിരുന്ന ശ്രീ ജേക്കബ് തോമസിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര സൊസൈറ്റി, ഒരു 40-50ഓളം സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഈ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സൊസൈറ്റികളിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന നെല്ല് എത്രയുണ്ട് എന്ന് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നാളെ 5 മണിക്ക് മുമ്പ് കിട്ടണം. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഈ സമരം നടക്കുകയാണ്. ആ സമരം നടന്ന് പിറ്റേ ദിവസം ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി 5 മണിയായപ്പോഴത്തെ എനിക്ക് റിപ്പോർട്ട് വന്നു. ഇവർ പറഞ്ഞിരുന്നത് 1 ലക്ഷം ടൺ കയ്യിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഇത് 2 ലക്ഷമുണ്ട്, 50,000 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ സൊസൈറ്റിയിലും അതിൻ്റെ നേർപകുതിയില്ല, 10-ലൊന്നുമില്ല. ചില സൊസൈറ്റികൾ ഒന്നും ഇല്ലാത്ത സൊസൈറ്റികളുണ്ട്. ഇങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യം. അപ്പം എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മളിവിടെ 7 രൂപ വില കൊടുക്കുകയാണ്, അന്നത്തെ വില. ആ വില കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് അന്ന് 3 രൂപ വിലയേ ഉള്ളൂ. കാര്യം മനസ്സിലായല്ലോ, 3 രൂപ വിലയേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് കാണിച്ചാൽ അവർക്ക് എത്രയോ പണം കിട്ടാനുള്ള അവസരം കിട്ടും ഈ സൊസൈറ്റികൾ. അതായിരുന്നു അതിനകത്തൊരു കൊള്ള നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ സൊസൈറ്റിയുടെയും അവരുടെ കൈവശമുള്ള നെല്ല് ഇത്രയാണ് എന്ന് എന്നെ അറിയിച്ചനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം, അപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുക, അപ്പം ഞാൻ പറഞ്ഞനുസരിച്ച് സമരം ഒത്തുതീർപ്പെത്തി ഞാൻ VSൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ, പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന മുറിയിൽ ഞാൻ ചെന്നു. എല്ലാം ഏറ്റെടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏറ്റെടുക്കാനുള്ളത് ഏറ്റെടുക്കാം, പക്ഷേ അവസ്ഥ ഇതാണ് എന്ന് ഞാൻ ഈ കണക്ക് കാണിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ സമരം കിടന്നത്, പക്ഷേ കള്ളത്തരത്തിലൊന്നും താൻ കൂട്ടുനിൽക്കരുത്. എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, കള്ളത്തരത്തിലൊന്നും താൻ കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതൊക്കെ ഓരോ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന. ഇപ്പോൾ റബ്ബർ കർഷകരുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടണം. റബ്ബർ, എനിക്ക് തോന്നുന്നു നാച്ചുറൽ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്. ഏതാണ്ട് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ 92% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ, നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 92% ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. പഴയൊരു കണക്കാണ്, ഇപ്പോൾ ചില മാറ്റങ്ങൾ കുറേ ഉണ്ടാകും.
അതുകൊണ്ട് ഇത് ഒരു കാർഷിക ഉൽപ്പന്നമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അതിനുകൂടി സബ്സിഡി ഉണ്ടാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ആ ആവശ്യങ്ങൾ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല എങ്കിലും അന്ന് ഞങ്ങളുടെ ഗവൺമെൻറ് ഉള്ള സമയത്ത് ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തി. റബ്ബറിന് 150 രൂപ അടിസ്ഥാന വില. അപ്പോൾ അതിൽ കുറവാണ് ഇവിടെ വില എങ്കിൽ അതിന് ബില്ലും മറ്റു കാര്യവും കൊടുത്താൽ അതിനനുസരിച്ച് ബാക്കിയുള്ള പണം കൊടുക്കും. അതിന് ബഡ്ജറ്റിൽ ഞങ്ങൾ വകകൊണ്ടിച്ചു. ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ പറഞ്ഞു 250 രൂപ വില റബ്ബർ കർഷകർക്ക് കൊടുക്കുന്നു. അപ്പോൾ റബ്ബർ കർഷകർക്ക് 250 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു എങ്കിലും ഇതുവരെ ഒരു നയാ പൈസ ഒരു കർഷകനും കിട്ടിയിട്ടില്ല. അപ്പോൾ കാർഷിക മേഖലയിൽ നമുക്ക് വളർച്ച ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോൾ എപ്പോഴും ബഡ്ജറ്റിൽ വക കൊള്ളിക്കുന്ന പണമുണ്ട്. ആ പണം വിനിയോഗിച്ചുകൊണ്ട് നിറവേറ്റുവാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അത് ബഡ്ജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്ന ഓരോ ഇപ്പോൾ കൃഷി വകുപ്പിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ പറയാം. കൃഷി വകുപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റ് വക കൊള്ളിച്ചിട്ടുള്ള തുക ചെലവഴിക്കുവാൻ കൃഷി വകുപ്പിൻ്റെ മന്ത്രിക്ക് അതിന് അധികാരം കൊടുക്കണം. അതല്ലാതെ കണ്ട് എല്ലാ നിയന്ത്രണത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയോ തീരുമാനിക്കുന്നതനുസരിച്ച് ഇത് ചെലവഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ നയമാണ്. അതാണ് കാർഷിക മേഖലയിൽ നമ്മുടെ ഒരു തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. ഞാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസിൻ്റെ ചുമതല വഹിച്ച ഒരു കാലഘട്ടത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ വക്കം പുരുഷോത്തമനാണ്. അദ്ദേഹവും ഞാനുമായി ഒരു തർക്കമുണ്ടായത് മറ്റൊന്നുമല്ല, ബഡ്ജറ്റിൽ ഭക്ഷ്യവകുപ്പിന് തുക കൊള്ളിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു വലിയ തുക കൊള്ളിച്ചു എന്നല്ല, അന്ന് ഓണ സീസൺ സമയമാണ്. ഓണ സീസൺ സമയത്ത് നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ തലേ മാസം, ഞാൻ ഓർക്കുന്ന അന്ന് സെപ്റ്റംബറോ ഓഗസ്റ്റോ ആ പീരീഡ് മറ്റുമാണ് ഓണം. തലേ മാസം ഞങ്ങൾ മുളക് വാങ്ങിയതിൻ്റെ വില 22,000 രൂപയ്ക്ക് വില വെച്ച് മുളക് പുറത്തു നിന്ന് വാങ്ങി. അടുത്ത മാസം വന്നപ്പോൾ ഈ ഓണ സീസൺ വന്നപ്പോൾ എന്താണ് അത് 32-33 രൂപ വിലയായി. ഇത് പിടിച്ചു നിർത്തണം, ഓണ സമയമാണ്, വില പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ സബ്സിഡി ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള തുക അതിനുവേണ്ടി ചെലവഴിക്കണം. അത് ചെലവഴിച്ചാൽ ഇത് വില നിലവാരം പിടിച്ചു നിർത്താൻ പറ്റും. അതല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കച്ചവടക്കാർ എപ്പോഴും ലാഭത്തിന് വേണ്ടിയാണല്ലോ കച്ചവടം നടത്തുക. ഏത് കച്ചവടം നടത്തിയാലും അവർ ലാഭം ഉദ്ദേശിച്ചാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വില നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാകണം. ഞാൻ അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് അന്നത്തെ ധനകാര്യ സെക്രട്ടറി ജോസ് എന്നാണ് അയാളുടെ പേരെന്ന എൻ്റെ ഒരു ഓർമ്മ. അയാളുമായി ഞാൻ തെറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള തുക തന്നേ പറ്റത്തുള്ളൂ എന്ന് ശാഠ്യം പിടിച്ച് അവസാനം വക്കം പുരുഷോത്തമൻ സാറ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇടപെട്ട് ആ പടം റിലീസ് ചെയ്യാൻ പറഞ്ഞു. അത് റിലീസ് ചെയ്ത് ഞങ്ങൾ അതിന് വേണ്ടി സബ്സിഡി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് തലേ മാസം കൊടുത്ത അതേ വിലയ്ക്ക് തന്നെ ഓണത്തിന് അപ്പോൾ ഓർക്കണം, എത്ര 10 രൂപയുടെ വില വ്യത്യാസമുണ്ട്. ആ വില വ്യത്യാസം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചു. 22 രൂപയ്ക്ക് തന്നെ ഞങ്ങളത് കൊടുത്തു. അതൊക്കെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തത് വലിയ കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല, ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ അവരവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും. എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാര മാർഗം ഉണ്ടാവുകയുള്ളൂ. വളരെ വിശദമായി സംസാരിച്ചു. ഇത്രയധികം സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.